പ്രശാന്തേട്ട ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ കേരളത്തിൽ ക്രിസ്മസിനെതിരെ നിരന്തര അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM എല്ലാം ആരോപിക്കുന്നത്. അതിനിടയിൽ കെ സുരേന്ദ്രൻ ഇന്നലെ ഒരു ബിഷപ്പിനെ താമരശ്ശേരി അതിരൂപതയിലെത്തി ബിഷപ്പിനെ കണ്ടിരുന്നു. അതിനിടയിൽ ഒരു നിർണായകമായ പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ഇത്തരം ക്രിസ്മസുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ നടത്തുന്നത് മുൻപ് BJP വിട്ടുപോയവരെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ആരെയാണെന്ന് അറിയാം, കാരണം ഇപ്പൊ പാലക്കാടുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ സംഭവം നടന്നപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ കത്തിക്കാൻ ശ്രമിക്കുന്നതും ചില BJPയിൽ നിന്ന് പോയവരാണ്. അവർ നിരന്തരം പോസ്റ്റാണ് എന്ന് പറഞ്ഞാൽ BJPയിൽ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ചാനലിൽ പോലും ഇത്തരം നിരന്തരം വാർത്ത വരുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാം ചില BJP വിട്ടുപോയവരുടെ ഫേസ്ബുക്കിന്റെ പേജ് ഒന്ന് എടുത്ത് നോക്കണം, നിരന്തരം ഈ വാർത്ത. അപ്പോൾ എന്തായാലും അവരെ ചിലപ്പോൾ നമ്മളൊരു കുറ്റം ചെയ്തിട്ട് അങ്ങനെ നിരന്തരം മറ്റുള്ളവരെ പറയില്ല അവനാണ് കള്ളനെന്ന്. ആ രീതിയാണോ ഇത് സംഭവിക്കുന്നത്? ഇന്നലെ താമരശ്ശേരി ബിഷപ്പിനെ കണ്ടതിന് ശേഷം ഒരു പത്രസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹം അതിനകത്ത് ഈ കഴിഞ്ഞ കൊല്ലം തൊട്ടാണെന്ന് തോന്നി ഈ ക്രിസ്ത്യാനികളെ വീടുകൾ സന്ദർശിക്കുക, ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് BJP കേക്കുകൾ കൊണ്ടു കൊടുക്കുക, പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കുക, അല്ല ക്രിസ്തുമസ് ആശംസകളുമായി BJP ഇറങ്ങിത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ മതപുരോഹിതന്മാരെയൊക്കെ കണ്ടിട്ട് അവർ തമ്മിലുള്ളൊരു ഈ പറയുന്ന അടുപ്പം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ BJPക്ക് അകലമുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു സമീപനമായിട്ട് കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇതുണ്ട്. ഈ കൊല്ലവും അത് 30-ാം തീയതി വരെ കാണുമെന്നാണ് ഇന്നലെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ക്രിസ്തുമസോടനുബന്ധിച്ച് മതമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിലൊക്കെ BJP നേതാക്കന്മാരും പങ്കെടുത്തു പോകുന്ന ഒരവസ്ഥ. അപ്പം താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് ആശംസകൾ അറിയിച്ച് ഒരുപക്ഷെ കേക്ക് കൊടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അതിനുശേഷം വന്നപ്പോഴാണ് ഇതുപോലെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് ഈ പറഞ്ഞതുപോലെ BJPക്കാരാണെന്നും അത് BJPയുടെ ഭാഗമായിട്ടിരിക്കുന്ന വിശ്വഹിന്ദു പരിഷത്താണെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്ത വന്നു. അപ്പം ആ വാർത്തയ്ക്കെതിരെ BJP ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ ജോർജ് കുര്യൻ ഉൾപ്പെടെ അതിനകത്ത് പ്രതിഷേധിക്കുകയും കഴിഞ്ഞ 2018 DYFIക്കാര് ഈ പറഞ്ഞ ക്രിസ്മസ് കരോളിനെ ആക്രമിക്കുകയും 13 ദിവസം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഹരിജൻ അവരുടെ പള്ളിയിൽ കയറി ഇരിക്കേണ്ട ഒരവസ്ഥ വരികയും പിന്നെ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ്സുകാര് പള്ളിക്ക് നേരെ ഈ പ്രാവശ്യമല്ല നേരത്തെ ബോംബെറിഞ്ഞ വിഷയമൊക്കെ കൊണ്ട് പുള്ളി ഉദ്ധരിച്ചുകൊണ്ട് ഇതിനകത്ത് ഉള്ള ആരാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാവണം, ആ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിന് വേണ്ട പിന്തുണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ മന്ത്രി പ്രസ്താവന ഇറക്കി. അപ്പൊ അതേ പ്രസ്താവനയും അതേ വർത്തമാനവും തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞത്. ഇതിനകത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു രീതിയും BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിൽ BJPയുടെ ഭാഗമല്ല, വിശ്വഹിന്ദുത്വത്തിന്റെ ഭാഗമല്ല. ഇത് ചില ആൾക്കാർ വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് BJPയും ക്രിസ്ത്യൻ സമൂഹവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും അവരുടെ വോട്ട് സ്വാധീനിക്കാൻ BJP കഴിയുകയും ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് ചില ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനകത്ത് BJPയിൽ നിന്ന് പോയവരെന്നല്ല പറഞ്ഞ ആ വാചകത്തിനകത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ അടുത്ത സമയത്ത് BJPയിൽ നിന്ന് പോയ ചില ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സുരേന്ദ്രൻ പ്രത്യേകം പറഞ്ഞു. രഹസ്യമായിട്ടല്ല പറഞ്ഞ്, ഫേസ്ബുക്ക് പോസ്റ്റും അല്ല, പരസ്യമായിട്ടാണ് പറഞ്ഞു. അപ്പം അതിനകത്തെന്ന് പറയാൻ നമുക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ BJPയിൽ നിന്ന് പോയ പ്രധാനപ്പെട്ട നേതാവെന്ന് പറഞ്ഞാൽ ആരാ? സന്ദീപ് വാര്യരാണ്. അപ്പൊ സന്ദീപ് വാര്യർ കൊട്ടേഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് BJPക്കാരെന്ന വ്യാജേന, വിശ്വഹിന്ദു പരിഷത്തുകാരെന്ന വ്യാജേന ഹിന്ദു അല്ലെങ്കിൽ BJP ക്രിസ്മസ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന UDFും കോൺഗ്രസും അല്ല BJPയുടെ ശത്രുക്കൾ ഇതൊരു മതേതര ജനാധിപത്യ പാർട്ടി അല്ല, വർഗീയ പാർട്ടിയാണ്, ഈ പാർട്ടി എപ്പോഴും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് മതസമൂഹങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ക്രിസ്തുദേവന്റെ ജന്മദിനത്തിൽ തന്നെ ഇത്തരത്തിൽ BJP ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുന്നു അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുന്നു എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പം അതിനകത്ത് ആരാണ് പ്രതികൾ?
BJP-ക്കാരല്ല പ്രതികൾ, വിശ്വ ഹിന്ദു പരിഷത്തുകാരല്ല പ്രതികൾ. ആരാണ് പ്രതികൾ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടെത്തി അതിനുള്ള ശിക്ഷ ഉണ്ടാവണം. അതിനകത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് BJP നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. അതായത് നമ്മൾ ഈ ചോദിക്കുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ വോട്ടിന്റെ കുറവാണുള്ളത്. പക്ഷെ കായികമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും 6% വോട്ടുള്ള സമയത്ത് പോലും ഈ പാർട്ടിയെ എതിരിട്ട് നിൽക്കുന്നതിന് ഇവിടുത്തെ പലവട്ടം കേരളത്തിന്റെ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിനോ അല്ലെങ്കിൽ CPM-നോ പോലും അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യുകയും കായികമായിട്ട് പിടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണ് BJP. അങ്ങനെയാണല്ലോ BJP വളർന്നു വന്നത്. ഇപ്പം ഈ BJP-ക്ക് അകത്തു നിന്ന് ഏതവസരത്തിൽ BJP-യുടെ ഭാഗമല്ലാതാകുന്ന, BJP-യിൽ നിന്ന് വെളിയിൽ പോകുന്ന, BJP-ക്ക് അകത്ത് നിൽക്കുമ്പോൾ പോലും ഈ പറയുന്ന ശക്തിയില്ലാത്ത ഒരാൾ വെളിയിൽ വന്നിട്ട് BJP-ക്കെതിരെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ BJP-ക്കെതിരെ നിരന്തര ആരോപണം ഉന്നയിക്കാനും BJP-ക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ BJP-ക്കെതിരെ വ്യാജ പ്രചരണം നടത്താനും എതിരെ നീങ്ങാനും ഒരു വ്യക്തിക്ക് കഴിയുമെന്ന് ധരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് നമുക്ക് പറ്റത്തില്ല. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത് സാധ്യത. അപ്പൊ സന്ദീപ് വാര്യരുടെ പുറകിൽ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി മുമ്പേ സന്ദീപ് വാര്യർ പുറകിൽ ആരാണെന്നുള്ള കാര്യത്തെപ്പറ്റി സുരേന്ദ്രൻ നിങ്ങൾ പഠിക്കണം. അത് വെളിയിൽ കൊണ്ടുവരണം. BJP-ക്കാർ ഇതല്ല എന്ന് നാളെ കാലത്ത് ബോധ്യപ്പെട്ടാലും സന്ദീപ് വാര്യർ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ടുള്ള സന്ദീപ് വാര്യർ നിൽക്കുന്നത് കോൺഗ്രസിലാണോ നിങ്ങൾ ശ്രദ്ധിക്കണം. കോൺഗ്രസിന്റെ മുഖം മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കണം. കോൺഗ്രസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ന് കോൺഗ്രസിന് ഇന്നല്ല അധികാരമുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിലുള്ള ചുമതല എന്ന് പറഞ്ഞാൽ ഈ സമുദായങ്ങളെയും മതങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരിക. അത് നാം തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്ത് അതെ ഞാനീ പറഞ്ഞ കോൺഗ്രസിന് ഇതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. ഒരു കാര്യങ്ങൾ പണ്ട് ആ തുടക്കത്തിലെങ്ങാനും ഈ പറഞ്ഞ കായികമായിട്ട് അവിടെയൊക്കെ ഇപ്പൊ കായികമായിട്ട് നേരിടാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള കഴിവൊന്നും കോൺഗ്രസിനില്ല. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ മുഖം മൂടി അണിഞ്ഞ് BJP-യെ തകർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഭീകര സ്വഭാവമുള്ള ആളിന്റെ ഓപ്പറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ സന്ദീപ് വാര്യർ എങ്ങനെയാണ് കൃത്യമായ സന്ദീപ് വാര്യർ നിങ്ങൾ വെളിയിൽ കൊണ്ടുപോകണം. ഒരു പത്രസമ്മേളനത്തിൽ ഒരു BJP പോലുള്ള വലിയൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിൽ BJP അകത്തു നിന്ന് പലരും പോയിട്ടുണ്ട്, BJP-ക്ക് അകത്തോട്ട് പലരും വന്നിട്ടുണ്ട്, CPM-നകത്തു നിന്ന് പലരും പോയിട്ടുണ്ട്, CPM-നകത്തോട്ട് പലരും വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആ ഒരു വലിയ പ്രസ്ഥാനത്തിനെതിരെ നീക്കം നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാഗമായിട്ട് മാത്രമല്ല. അപ്പോൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനെതിരെ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ഒരു വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ നടത്താൻ പറ്റത്തില്ല. കോൺഗ്രസ് അത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുന്ന പാർട്ടിയല്ല, അല്ലെങ്കിൽ അതിനുള്ള കരുത്തോ ഒന്നുമില്ല. കാരണം അത്തരത്തിൽ ഗോപിയായിട്ട് ഓപ്പറേഷൻ നടത്താനുള്ള കരുത്തൊന്നുമില്ല. കേരളത്തില് ആയിരക്കണക്കിന് നേതാക്കളുണ്ട്, LDF-ല് UDF-ല് മുസ്ലിം ലീഗിൽ ഉൾപ്പെടെ. പക്ഷെ ഒരു നേതാവ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ചില പ്രസ്താവനകളുമായി നിരന്തര രംഗത്ത് വരുന്നു, TV ചാനലിൽ വരുന്നു. അതെ, സംശയിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയല്ല, അജണ്ടയുടെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ. അതാണ് സന്ദീപ് വാര്യരുടെ നിരന്തരമുള്ള പ്രസ്താവനകൾ, ഇന്നലെ വരെയുള്ള പ്രസ്താവനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം അത് സന്ദീപ് വാര്യർക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. സന്ദീപ് വാര്യരുടെ ചലിക്കുന്നുള്ളേ ഉള്ളൂ, വാചകങ്ങൾ വേറെ ആൾക്കാരുടെയാണ്. മാത്രമല്ല ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഇതിന് കൃത്യമായ ബലവും അതിനുള്ള കരുത്തുമുള്ള ഒരു ഇടപെടൽ അതിൻ്റെ പുറകിൽ ഉണ്ടാകണം. അത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. സന്ദീപ് വാര്യരുടെ പുറകിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്രപ്രസ്താവനയിൽ കൂടി ഒഴുക്കത്തിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അത്തരത്തിലുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് പറയുന്ന, BJP-ക്കെതിരെ പറയുന്ന, അല്ലെങ്കിൽ പറയിക്കാൻ ആഗ്രഹിച്ച് അവിടെ കൊണ്ടുപോയിട്ടുള്ള അവരുടെ അജണ്ടകൾക്ക് വളരെ കൃത്യമായിട്ട് പാസ്സാവുന്ന ഒരു അവസ്ഥ വരും. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ BJP-ക്ക് അകത്തുനിന്ന് പുറത്തു വരുന്നു, കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. സന്ദീപ് വാര്യർ പറയുന്നു അതിനകത്ത് മൊത്തം കുഴപ്പമാണെന്ന്. സന്ദീപ് വാര്യർ അതിനകത്തുനിന്ന് നടപടിയെടുക്കാൻ ഇപ്പൊ പലരും പൂച്ചം പറയുന്നുള്ള സന്ദീപ് വാര്യർക്കെതിരെ ഞങ്ങൾ നടപടി എടുക്കാൻ വെച്ചിരുന്നതാണ്. ആ നടപടി സമൂഹം കേട്ടാൽ വളരെ മോശമാണ്. ആ നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്തുനിന്ന് അതിനുമുമ്പ് വെളിയിൽ ചാടിയതാണ്. എന്താ നിങ്ങൾ വെളിയിൽ കൊണ്ടുവരാത്തേ? നിങ്ങൾ വെളിയിൽ കൊണ്ടുവരണമെന്ന് പറയണ്ടേ? ഇത്രയും ദിവസമായിട്ടില്ലേ? ഉണ്ട്, അത് വെളിയിൽ കൊണ്ടുവരണം. അതിനകത്ത് അത് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കണമെങ്കിൽ അത് സൂക്ഷിച്ചോട്ടെ. ചില വ്യക്തികൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും മോശമാകുമ്പോൾ ഉണ്ടാവട്ടെ. സന്ദീപ് വാര്യർ വെളിയിൽ പോയതിന്റെ കാരണം BJP പുറത്തു കൊണ്ടുവരണം.
ഇപ്പം സന്ദീപ് വാര്യർ ആരുടെ ഭാഗമാണെന്ന് ഉള്ള കാര്യം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അത് വെളിയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവണം. അല്ലാതെ മാത്രവുമല്ല അയാൾ പറയുന്നു, ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ അവരൊക്കെ വരുമ്പോൾ അതേ പ്രാധാന്യത്തിലാണല്ലോ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത് BJP-യുടെ കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സമരങ്ങൾ, പലതും സമരങ്ങളും ഇവിടെ പൊതുജനം അറിയാത്തതിന്റെ കാര്യം എന്തോ പലവട്ടം സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങളില്ല. അത്തരത്തിൽ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ഒരു പാർട്ടി BJP, ആ BJP പാർട്ടിയുടെ സമരങ്ങൾ ഏറ്റെടുക്കുക, കാരണം അപ്രസക്തമാക്കുന്നതിന് വേണ്ടിയാ, അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയണ്ട എന്ന് വിചാരിക്കും. അത്തരത്തിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ ഒരു വ്യക്തി പറയുന്നതെല്ലാം വളരെ വലിയ പ്രൊമോഷൻ കൊടുക്കുക, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ചില യൂട്യൂബ് ചാനൽ ഏറ്റെടുത്ത് പ്രചരണം നടത്തുക. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള സംവിധാനം ഉള്ള കരുത്തുള്ള പാർട്ടിയാണല്ലോ. നിങ്ങൾക്കിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോഴും 10-20% വോട്ടായില്ലേ? അപ്പൊ അത്രയും ശതമാനം വോട്ടുള്ളതും മാത്രമല്ല, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പാർട്ടി, ഇത്തരത്തിലുള്ള പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ആ സന്ദീപ് വാര്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് പരിങ്ങണ്ടി വരികയാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മയായിട്ടുമായിരിക്കും ജനങ്ങൾ കാണുന്നത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കെതിരെ, BJP-ക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് ഇന്ന ആൾക്കാരുടെ ഭാഗമാണ് സന്ദീപ് വാര്യർ, ഇന്ന അജണ്ടയുടെ ഭാഗമാണ് സന്ദീപ് വാര്യർ, സന്ദീപ് വാര്യരിലെ പാർട്ടിയിൽ നിന്ന് പോയതിന്റെ ലക്ഷ്യം ഇതാണ്, ആ ലക്ഷ്യത്തിൽ കൂടിയാണ് സന്ദീപ് വാര്യർ നടക്കുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത്, ഇയാൾ പറയുന്നതിനകത്ത് വാസ്തവമില്ല, ഇയാൾ പറയുന്നതിനകത്ത് മെറിറ്റ് ഇല്ല എന്ന് വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, പാർട്ടി സംവിധാനം ഉണ്ടെങ്കിൽ ആ പാർട്ടി സംവിധാനം ഉപയോഗിക്കണം, അതിന് വേണ്ട തെളിവുകൾ ശേഖരിക്കണം. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഏറ്റവും അവസാനം ഈ പറയുന്നത് പോലെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാർട്ടി, ഈ പറഞ്ഞതുപോലെ ഇന്നലെ പ്രധാനമന്ത്രി ഇന്നലെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ 1.5 മണിക്കൂർ ബിഷപ്പ്മാരുടെ ഇതിനകത്ത് ഡൽഹിയിൽ 1.5 മണിക്കൂർ പങ്കെടുത്തു. ഇപ്പം ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉടനീളം നോക്കുമ്പോൾ 1-2-3% വോട്ടേ ഉള്ളൂ. ആ വോട്ടങ്ങ് മാറിയിരുന്നാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒന്നും സംഭവിക്കാനില്ല. മാത്രമല്ല ഔട്ട് മാറിയെന്നാലെന്നല്ല, BJP-ക്ക് ഈ കേരളം ഒഴിച്ചുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലെല്ലാം BJP-യാ ഭരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആസാമിൽ ഭരിക്കുന്ന അവർ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ, ഇങ്ങനെ ഗോവ, ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം അവരാ ഭരിക്കുന്നത്. അപ്പൊ അവിടെങ്ങും ഇനിയിപ്പം BJP-ക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ച് ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അവരുടെ ഭരണത്തിന്റെ പല സംസ്ഥാനങ്ങളും ഈ ന്യൂനപക്ഷ ക്രിസ്ത്യാനികൾ കൂടുതലായിട്ടുള്ള സംസ്ഥാനങ്ങൾ മൊത്തം ഭരിക്കുന്ന BJP-യാ. ഇനിയും അത്തരത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കേണ്ടത് കേരളത്തിലാണ്. കേരളത്തിൽ BJP-യുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ വോട്ടും ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം കൂടെ സഹായിച്ചാൽ BJP-ക്ക് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ BJP-ക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പ്രധാനമന്ത്രി, കാരണം ഇന്ത്യയിലുടനീളം നാളെ ഇന്ത്യ ഭരിക്കുന്നതിന് കേരളത്തിന്റെ ആവശ്യമില്ലെന്നുള്ള കാര്യം പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു BJP. കേരളം ഒന്നും കൊടുക്കാത്തപ്പോഴും 2014 ഒറ്റയ്ക്ക് BJP ഭരിച്ചു. അതിനെ കേരളം ഒന്നും ഒരു MP-മാരെ കൊടുക്കാത്തപ്പോൾ 2019 അതിനെക്കാട്ടി കൂടുതൽ MP-മാരെ വെച്ച് ഭരിച്ചു. ഇപ്പോഴും ഭരിക്കുന്നു. ഇവിടുന്ന് ഈ പ്രാവശ്യമാണ് BJP കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത, അപ്പൊ ഇവിടുന്ന് ഒരു MP ഉണ്ടായി എന്നുള്ള അത് മനസ്സിലാവുന്നത്. അപ്പം കേരളം ഇല്ലെങ്കിലും മഹാരാജ്യം ഭരിക്കാൻ ഈ പറയുന്നത് പോലെ BJP കഴിയും. എന്നിട്ടും കേരളത്തിൽ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയും കേന്ദ്ര BJP-യും വളരെ കൃത്യമായിട്ട് ശ്രമിക്കുമ്പോൾ ഈ BJP-ക്കകത്ത് കൊള്ളുകില്ലാത്തതെന്ന് കണ്ട് വെളിയിൽ കളയാൻ നിന്നിരുന്ന ആളാണെന്ന് നിങ്ങൾ പറയുന്ന സന്ദീപ് വാര്യർ BJP-യുടെ ഭാഗമല്ലാതാവുകയും കോൺഗ്രസിന്റെ ഭാഗമാവുകയും കോൺഗ്രസിന്റെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് ചില അജണ്ടകളുടെ ഭാഗമായിട്ട് നിൽക്കുകയും ചില ആ അജണ്ടകൾ പാസ്സാക്കേണ്ട ആൾക്കാരുടെ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഇവിടെ പറയുന്ന ഈ ന്യൂനപക്ഷത്തെ, കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ BJP-യുടെ ഭാഗമായിട്ട് ആക്കാൻ ശ്രമിക്കുമ്പോൾ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കും അവിടെ ഏറ്റവും വേണ്ടപ്പെട്ട ദിവസങ്ങൾ BJP-ക്കാരൻ എന്ന വ്യാജേന ആക്രമണം നടത്തിയതിന്റെ പുറകിൽ ഈ പറയുന്ന നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും അവസാനം BJP-യിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട കടമ നിങ്ങൾക്ക് തന്നെയാണ്. കാരണം അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ പാർട്ടിയുടെ കരുത്തില്ലായ്മയാണ് എന്ന് നമുക്ക് ഇതിനകത്തു നിന്നും പറയാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.